Hi friends, welcome back. എൻ്റെ പേര് ശ്രീജിത്ത്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഓൺലൈൻ മണി മേക്കിംഗ് മെത്തേഡാണ്. സോ കുറച്ച് പേര് എന്നോട് നമ്മുടെ ഈ ഇൻ്റർനെറ്റിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ എൻട്രി കൈൻഡ് ഓഫ് ജോബ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. സോ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മൾ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റ എൻട്രി കൈൻഡ് ഓഫ് ജോബാണ്. സോ ഈ ജോബ് മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇമേജ് ടു ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ജോബാണ്. സോ ഇത് ആർക്കും വേണമെങ്കിൽ ചെയ്യാം. പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും നമ്മുടെ ഒരു സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ മാത്രം മതി. ഓക്കെ, സോ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടും ഈ മെത്തേഡിനെ കുറിച്ചിട്ട്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ പുതിയ വീഡിയോസ് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യും. മണി മേക്കിനെ കുറിച്ച് ഞാൻ ഇതിന് മുന്നേ കുറേ വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ ഇൻട്രസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ മണി മേക്കിനെ കുറിച്ച് ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് ടോപ്പിക്സ് എല്ലാം ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ ആ വീഡിയോസ് എല്ലാം കമ്പൈൻ ചെയ്തിട്ട് ഒരു പ്ലേലിസ്റ്റ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. സോ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിക്കോളൂ. സോ നമുക്ക് ഈ മെത്തേഡ് എങ്ങനെ ചെയ്യാൻ നോക്കാം. സോ നമ്മൾ ഓൺലൈനിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരു പ്രത്യേകിച്ച് നമുക്ക് ഒരു നോളേജോ സ്കില്ലോ ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന, ആർക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റ എൻട്രി കൈൻഡ് ഓഫ് ജോബ് എന്ന് പറഞ്ഞാൽ ഈ ക്യാപ്ചർ ഫിൽ ചെയ്യണത്. അതായത് ഈ ഇമേജിൽ കാണുന്നത്, ഇവിടെ കാണുന്ന ഇമേജ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് നമുക്ക് കാശ് വരും. പക്ഷേ ഇതിൽ എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് കുറേ വർക്ക് ചെയ്യേണ്ടി വരും. കുറേ വെബ്സൈറ്റ്സ് ഉണ്ട് ഈ തരത്തിൽ വർക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വല്ല ഫ്രീലാൻസ് സൈറ്റ്സിലൊക്കെ പോവുകയാണെങ്കിൽ അതിൽ ഇതേപോലെ ക്യാപ്ചർ ഫില്ലിങ് ജോബ്സ് കുറേ ആൾക്കാർ കൊടുക്കും. അങ്ങനെ കുറേ വെബ്സൈറ്റ്സ് ഉണ്ടാവുന്നത് തന്നെ നമുക്കതിൽ ഏത് വിശ്വസിക്കണം, കറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്ന വെബ്സൈറ്റ്സ് ഏതെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൽ കുറേ ഫേക്ക് വെബ്സൈറ്റ്സ് ഉണ്ട്, ഇത് റിലേറ്റഡ് ആയിട്ട് കുറേ ഫേക്ക് വെബ്സൈറ്റ്സ് ഉണ്ട്. ഞാൻ ഇത് എന്താ പറയുക, കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ എൻട്രി ജോബ് ടൈപ്പിലാണ് ഞാനിത് കാണിക്കാൻ പോകുന്നത്. സോ അതിൽ കുറച്ച് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഈ ക്യാപ്ചർ ഫില്ലിങ്ങിൽ കറക്റ്റായിട്ട് വർക്കിംഗ് കറക്റ്റായിട്ട് നടക്കും, എപ്പോൾ പോയാലും ജോബ് ഉള്ള പോലത്തെ ഒരു 3-4 വെബ്സൈറ്റ്സാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ ഈ വെബ്സൈറ്റ്സിലൊക്കെ എങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം അവർ തരുന്ന പേ റേറ്റ് എപ്പോഴും 1000 ക്യാപ്ചർ ഫില്ലിങ്ങിനാണ്. അതിൻ്റെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ടൈം ലിമിറ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങൾ എപ്പോഴും ഫ്രീ ആവുന്നോ അത്രത്തോളം ആ ടൈം നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. സോ നിങ്ങൾ അതെങ്ങനെ എത്ര നേരം നിങ്ങൾ ഫില്ല് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നിങ്ങളുടെ കാശ് ആഡ് ആവുക. അതേപോലെ നിങ്ങൾ കറക്റ്റായിട്ട് എത്രത്തോളം കറക്റ്റായിട്ട് ക്യാപ്ചർ ഫില്ല് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ കാശ് ആഡ് ആവുക. ഓക്കെ, സോ അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിൻ്റെ പേരാണ് tocaptcha.com എന്ന വെബ്സൈറ്റ്. സോ ഈ വെബ്സൈറ്റിലുള്ളൊരു ഇത് എന്താണെന്ന് വെച്ചാൽ ഈ വെബ്സൈറ്റിൽ ഫസ്റ്റ് നിങ്ങളൊന്ന് രജിസ്റ്റർ ആസ് എ വർക്കർ എന്ന് കൊടുത്ത് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, സോ വൺസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം. സോ വൺസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് എങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാപ്ചേഴ്സ് അവരുടെ വെബ്സൈറ്റിലുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അവരൊരു ടെസ്റ്റ് വെക്കും. അത് നമ്മൾ പാസ്സാകണം. സോ ആ ടെസ്റ്റ് ആക്ച്വലി നമ്മൾ 42 ക്യാപ്ചേഴ്സ് നമ്മളത് ഫില്ല് ചെയ്യണം, അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സോ നിങ്ങൾക്ക് അത് കുറച്ച് നമ്മൾ ഫ്രീ ആയിട്ട് ഇത് ചെയ്യുന്ന, നമുക്ക് വെറുതെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അത് ജസ്റ്റ് നിങ്ങൾ ആ ടെസ്റ്റ് പാസ്സാകാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനൊരു ഇതിലിടാം. ഇത് ആ ടെസ്റ്റിൻ്റെ ആൻസേഴ്സാണ്. അതായത് ആ ടെസ്റ്റിൽ വരുന്ന എല്ലാ ക്യാപ്ചേഴ്സിൻ്റെയും ആൻസേഴ്സ് ഇവിടെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ചിലത് മാത്രം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. സോ ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. പക്ഷേ ഇതിലുള്ള ആൻസേഴ്സാണ് അതിൽ വരെ. സോ ഞാനിപ്പോൾ ആ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞിട്ട്, സോ വൺസ് നിങ്ങൾ ആ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളിതാ ഈ സ്റ്റേജിലെത്തും. ഇവിടെ ഇതിൽ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ടൈമിലും അതിൻ്റെ റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ $0.24 per 1000 ക്യാപ്ചേഴ്സാണ് അവരിപ്പോൾ തരുന്നത്, ഇമേജ് ക്യാപ്ചേഴ്സ്. അല്ലെങ്കിൽ റീക്യാപ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാപ്ചാണ്. അതിനാണെങ്കിൽ $1 1000 നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് $1 കിട്ടും. ഓക്കെ, സോ ഇതിൽ ഒക്കെ വളരെ ചെറിയ ക്യാപ്ചേഴ്സ് ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാം സാമ്പിളിന്. അതേപോലെ ഇത് ഫസ്റ്റ് കുറച്ച് മുന്നേ ഞാൻ എടുത്തപ്പോൾ $0.3 ആണ് 1000 ക്യാപ്ചേഴ്സ്. അതിൻ്റെ റേറ്റ് മാറിക്കൊണ്ടേയിരിക്കും. സോ നമ്മൾ ആ റേറ്റിനനുസരിച്ച് ഏറ്റവും ബെസ്റ്റ് ടൈം നിങ്ങൾക്ക് പോയി ചെയ്യാം. അതേപോലെ ഈ ഇതിലാണ് ഏറ്റവും ടോപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റ്. സോ ഇവർ മൊബൈലിലും നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ തന്നെ നമുക്ക് അവരുടെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് കുറച്ച് ഫാസ്റ്റായിട്ട് ഇൻ്റർഫേസ് ഉണ്ട്, അത് ചെയ്യാൻ പറ്റും. അതേപോലെ മൊബൈൽ യൂസ് ചെയ്യാനും ഇവർക്ക് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് മൊബൈലിൽ ഈസി ആയിട്ട് ഇൻ്റർഫേസ് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് മൊബൈലും ലാപ്ടോപ്പ് രണ്ടും ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതേപോലെ അതായത് ഇവർക്ക് പലതരത്തിലുള്ള ഇതുണ്ട്, മൊബൈൽ ഇൻ്റർഫേസ് ടു വർക്ക് ഫ്രം യുവർ സ്മാർട്ട് ഫോൺ. സോ ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഓക്കെ, സോ ഇവരുടെ റേറ്റ് മാറിക്കൊണ്ടിരിക്കും. സോ ആ റേറ്റ് നിങ്ങൾക്ക് ഗ്രാജുവലി എങ്ങനെ മാറുന്നു എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ
ഇത് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. അതായത് ഓരോ സമയത്ത് എത്ര റേറ്റിൽ പോകുന്നു, എത്ര റേറ്റ് കുറഞ്ഞു വരുന്നു, അങ്ങനെ നമ്മളൊരു ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ആൾക്കാർ കുറവായിട്ട് വർക്ക് ചെയ്യുന്ന ടൈമിലാണ് ഇവരുടെ റേറ്റ് കൂടുതലായിട്ട് പോകുന്നത്. അതായത് അവർക്ക് കൂടുതൽ വർക്ക് വരുന്ന സമയത്താണ് കൂടുതൽ റേറ്റ് കൂടുന്നത്. സോ ആ ടൈം അനുസരിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾ ചെയ്യുന്ന വർക്കിന് കുറച്ച് റേറ്റ് കൂടുതലായിട്ട് കിട്ടും. ഓക്കെ, സോ ജസ്റ്റ് നിങ്ങളിവിടെ ഈ സ്റ്റാർട്ട് വർക്ക് എന്ന് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ തന്നെ അവർ നോർമലായിട്ട് ഓരോ ക്യാപ്ചാസ് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എന്നിട്ട് നിങ്ങളിവിടെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. സോ അത് ഓരോ ക്യാപ്ചയായിട്ട് വന്നുകൊണ്ടേയിരിക്കും. സോ ഇതിന് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് അവിടെ കാണുന്നത് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഇപ്പോൾ ഞാനിതിപ്പോൾ VSE78 കൊടുത്തു. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളത് ടൈപ്പ് ചെയ്യുക, നിങ്ങളത് എൻ്റർ കൊടുക്കുക. അത് കഴിഞ്ഞാൽ അടുത്ത ക്യാപ്ച വരും. സോ വൺസ് നിങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്താൽ ഹൈബർനേറ്റ് മോഡ്, നിങ്ങളുടെ അക്കൗണ്ട് ഹൈബർനേറ്റിലേക്ക് പോകും. സോ ഇതാണ്. അതേപോലെ ഇവരുടെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പേയ്മെൻറ്റ് ഓപ്ഷൻസ് പറഞ്ഞാൽ ഇതാണ്. അതായത് മിനിമം വിഡ്രോവൽ $0.5 ആണ്. അവരുടെ മെത്തേഡ്സ് ഒക്കെ ഇതാണ്. അതായത് പെയർ, അപ്ഹോൾഡ്, വെബ് മണി, പെർഫെക്റ്റ് മണി ആൻഡ് ബിറ്റ് കോയിൻ. അങ്ങനെ ഈ മെത്തേഡ്സേ ഉള്ളൂ. സോ നമ്മുടെ ഇന്ത്യൻ മെത്തേഡ്സ് ഒന്നുമില്ല. അതുപോലെ ഇവരുടെ അക്കൗണ്ടിലോട്ട് നിങ്ങൾക്ക് ഈ പേയ്മെൻറ്റ് നമ്മൾ നോർമൽ പേപാൽ, പേടിഎം എല്ലാം പോകുന്ന പോലെ നിങ്ങൾ ഇവരുടെ ഇവരുടെ വാലറ്റിലോട്ട് മണി ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ്. സോ ഇതാണ് ഏറ്റവും കൂടുതൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്യാപ്ച വെബ്സൈറ്റ്. ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന, എപ്പോഴും വർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ഇത്. പിന്നെ വേറൊരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ megatypers.com എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. സോ അത് ഇതേപോലെ തന്നെയാണ്. വൺസ് നിങ്ങൾ അതിൽ പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ക്യാപ്ചാസ് നിങ്ങൾ ഫില്ല് ചെയ്യണം. ഇതിലിവിടെ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ അവിടെ 2 ക്യാപ്ചിൽ കുറച്ച് ടൈം ഉണ്ട് നമുക്ക് എല്ലാം ചെയ്യാനും. അതുപോലെ കുറേ വർക്കും അവിടെ കൂടുതലുണ്ട്. സോ ഈ വെബ്സൈറ്റും ട്രൈ ചെയ്ത് നോക്കാം, megatypers ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വേറെ വെബ്സൈറ്റിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ fasttypers.org എന്ന് പറഞ്ഞിട്ട് ഇതും അത് റിലേറ്റഡ്. പക്ഷേ ഏറ്റവും ഫസ്റ്റ് പറഞ്ഞ വെബ്സൈറ്റാണ് ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ്സും കൂടുതൽ ജോബ്സും ഉള്ളത്. ഓക്കെ, പിന്നെ നമ്മുടെ ഒരു ഇന്ത്യൻ വെബ്സൈറ്റ് ആണ്, അതായത് qlinkgroup.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ്. സോ ഈ വെബ്സൈറ്റ് മോസ്റ്റ്ലി ഇന്ത്യൻസും നമ്മുടെ ഏഷ്യൻ കൺട്രീസ് പീപ്പിളാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് ട്രസ്റ്റഡ് ഒരു ലെവൽ വരെ നമുക്ക് ട്രസ്റ്റഡ് എന്ന് പറയാം. പക്ഷേ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, എന്താ വെച്ചാൽ ഇങ്ങനെ ചില വെബ്സൈറ്റ്സ് നമുക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ വെബ്സൈറ്റിൻ്റെ റിവ്യൂസൊക്കെ കേട്ടതിനനുസരിച്ച് നല്ല റിവ്യൂ ആണ്. അതേപോലെ ഇവർ കറക്റ്റായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് നമ്മളതിൽ നമ്മൾ 4 weeks നമ്മളതിൽ ഇനാക്റ്റീവ് ആയിട്ട് നമ്മളത് റിമൂവ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. സോ നിങ്ങൾക്ക് ഇന്ത്യൻ ഇങ്ങനത്തെ ഇതിൽ ഇന്ത്യൻ വെബ്സൈറ്റ് നോക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ട്രൈ ചെയ്ത് നോക്കാം. അത് qlinkgroup.com ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ഞാൻ എപ്പോഴും നിങ്ങൾ ട്രൈ ചെയ്യാൻ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക 2 ക്യാപ്ച ആണ്. അതാണ് ഏറ്റവും ടോപ്പ്. അല്ലെങ്കിൽ പിന്നെ മെഗാടൈപ്പേഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഒരു റെഫറൻസ് കോഡ് ചോദിക്കും. അത് ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് റെഫറൻസ് കോഡ് കിട്ടും. ആരെങ്കിലും റെഫർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിൻ്റെ കോഡ് ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്തിട്ടാണ് ആ റെഫർ കോഡ് ഇവിടെ യൂസ് ചെയ്തത്. സോ ഇതാണ് ഈ ടോട്ടൽ മെത്തേഡ്. സോ നിങ്ങൾ ആ പേയ്മെൻറ്റ് റേറ്റിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഇതിൽ എമൗണ്ട് വളരെ കുറവാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ കുറേ പേര് ഇങ്ങനത്തെ ഈസി ആയിട്ടുള്ള ഡാറ്റ എൻട്രി ജോബ്സ് ചോദിച്ചിരുന്നു. കാരണം ഡാറ്റ എൻട്രി ജോബ്സ് പലത് നമുക്ക് ട്രസ്റ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റാത്ത പല ഡാറ്റ എൻട്രി ജോബ്സ് ആണ്. കാരണം ചിലപ്പോൾ നമ്മൾ ചെയ്യും, നമ്മൾ വർക്ക് ചെയ്തിട്ട് ചിലപ്പോൾ അവർ നമുക്ക് കാശ് തരാത്ത പോലെ ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഈസി ആയിട്ടുള്ള ഡാറ്റ എൻട്രി ജോബാണ്. അതേപോലെ തന്നെ നമുക്ക് ട്രസ്റ്റഡ് ആയിട്ട് കാശ് കിട്ടും. നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് കാശ് കിട്ടണമല്ലോ, അതില്ലാതെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പക്ഷേ നമുക്ക് വേറെ ഡാറ്റ എൻട്രി ജോബ്സ് ഉണ്ടെങ്കിലും ഇത് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ എൻട്രി ജോബ്, അതിനോട് കുറച്ച് ട്രസ്റ്റഡ് ആയിട്ടുള്ള 2-3 വെബ്സൈറ്റ്സ് ആണ് ഇത്. സോ കുറച്ച് ഈസി ആയിട്ട് കുറച്ച് വളരെ കുറേ കാശ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ കുറേ ടൈം എടുത്ത് ഇങ്ങനത്തെ വർക്കൊക്കെ ചെറിയ വർക്ക് ചെയ്ത് കാശ് ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റഡ് ആയ ആൾക്കാർക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാം. സോ ക്യാപ്ച ജോബ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ജോബാണ്, ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് ജോബാണ്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കുറച്ച് നല്ല വെബ്സൈറ്റ്സിൽ മാത്രം ട്രൈ ചെയ്യുക. വേറെ കുറേ വെബ്സൈറ്റ്സ് ഉണ്ടെങ്കിലും ഇങ്ങനെ കുറച്ച് ചൂസ് ചെയ്ത കുറച്ച് ബെസ്റ്റ് വെബ്സൈറ്റ്സിൽ മാത്രം ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനത്തെ വർക്ക്. പിന്നെ അവരുടെ പേയ്മെൻറ്റ് മെത്തേഡ് നമ്മൾ പേപാലും ഇല്ല, പേടിഎമ്മും ഇല്ല. പക്ഷേ ഇവരുടെ ഈ ബിറ്റ് കോയിനും അങ്ങനത്തെ മെത്തേഡ്സ് ആണുള്ളത്. സോ അതേപോലെ ഈ ടെസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ ഫസ്റ്റത്തെ ഇനീഷ്യൽ ടെസ്റ്റ് നിങ്ങൾക്ക് പാസ്സാവണമെങ്കിൽ ഈ ടെസ്റ്റ് ഇത് ജസ്റ്റ് ഉപയോഗിച്ചിട്ട് ചെയ്താൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഈ വെബ്സൈറ്റിൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. സോ ബേസിക്കലി ഇതൊരു ഈസി ആയിട്ടുള്ള ഡാറ്റ എൻട്രി ജോബാണ്. സോ ക്യാപ്ച ഫില്ലിംഗ് ജോബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസി ആയിട്ട്, പ്രത്യേകിച്ച് നമുക്കൊരു ഒന്നും ചെയ്യേണ്ട, നമ്മൾ ജസ്റ്റ് അത് ടൈപ്പ് ചെയ്ത് മാത്രം മതി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ഷെയർ ചെയ്യും, ഞാൻ റെസ്പോണ്ട് ചെയ്യാം. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.
പ്ലസ് ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യൂ. സോ ഞാൻ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതാണ്.